നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിപീഠം പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. കഴിഞ്ഞ ദിവസം കുടുംബത്തിന്റെ വിവിധ സംഘടനകളുടെയും പ്രതിഷേധത്തെ തുടർന്ന് സമാധിപീഠം പൊളിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പോലീസ് തൽക്കാലം പിന്മാറിയിരുന്നു. തുടർന്ന് കുടുംബവുമായും സംഘടനാ പ്രതിനിധികളുമായും അധികൃതർ ചർച്ചയും നടത്തി. സമാധിപീഠം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാലേ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം സമാധിപീഠം പൊളിക്കുന്നത് തെറ്റായ കാര്യമാണെന്നും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്നും മകൻ വ്യക്തമാക്കിയിരുന്നു. RDOയോ കളക്ടറോ തങ്ങളോട് സംസാരിച്ചിട്ടില്ല. ചർച്ചകളിൽ നിയമപരമായി പോകണമെന്നാണ് അധികൃതർ പറഞ്ഞത്. വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയുമായി സംസാരിച്ച് തീരുമാനമെടുക്കും. ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്നും മകൻ പറഞ്ഞു. ഗോപൻ സ്വാമിയെ മക്കൾ സമാധിയിരുത്തി അടക്കിയ കോൺക്രീറ്റ് അറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനായി ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച സമാധിപീഠം പൊളിക്കാൻ RDOയും പോലീസും ഫോറൻസിക് സംഘവും ഉൾപ്പെടെ സ്ഥലത്തെത്തിയെങ്കിലും നടപടികളിലേക്ക് കടക്കാനായിട്ടില്ല. ഗോപൻ സ്വാമിയുടെ കുടുംബവും വിവിധ സംഘടനകളും പോലീസിനെതിരെ രംഗത്തെത്തിയതോടെയായിരുന്നു രംഗം വഷളായത്. സംഘർഷാവസ്ഥയുണ്ടായതോടെ തൽക്കാലം നടപടികൾ നിർത്തിവെക്കാൻ അധികൃതർ തീരുമാനമെടുക്കുകയായിരുന്നു. മണിയൻ എന്ന ഗോപൻ സ്വാമി സമാധിയായതിനെ തുടർന്ന് പത്മപീഠത്തിൽ ഇരുത്തി കോൺക്രീറ്റ് അറയിൽ സംസ്കരിച്ചെന്നാണ് മക്കൾ പോലീസിന് നൽകിയ മൊഴി. മരണവിവരം അയൽവാസികളെ പോലും അറിയിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ദുരൂഹത ആരോപിച്ച് പോലീസിനെ സമീപിച്ചത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.